വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്മിറ്റൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. ഇന്ന് ആ പാർട്ട് 2 വീഡിയോ ആയിട്ട് വരാൻ കാര്യം വേറൊന്നുമല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലും ആ വീഡിയോ റീച്ച് കയറുന്നുണ്ട്. അപ്പോൾ റീച്ച് കയറുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് സംശയം വരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി സംശയങ്ങൾ ഞാൻ ആ കമൻറ്റ് ബോക്സിൽ തന്നെ തീർക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും വീണ്ടും ചോദിക്കുന്ന കാര്യം എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുക, ആ വീഡിയോ എനിക്കൊന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. ജസ്റ്റ് പ്രോഡക്റ്റ്സ് അൺബോക്സ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു റിവ്യൂ പോലെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോയി, അത്രയും മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ട്രയൽ പോയിന്റ്സ് വെച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക, എത്ര ട്രയൽ പോയിന്റ്സ് ആണ് കിട്ടുക എന്ന് വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആകെ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു 6 ട്രയൽ പോയിന്റ്സിന് 199 rupees ആണ് നമ്മൾ ഡെലിവറി ചാർജ് ആയിട്ട് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ആഡ് ആകും. അത് വെച്ച് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും ഒരു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ₹1 പോലും ഞാൻ മുടക്കാതെ, ഈ 199 പോയിട്ട് ₹1 പോലും മുടക്കാതെ ഞാൻ സ്മിറ്റനിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങി. നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതിൻ്റെ അകത്ത് ഫുള്ളും, പിന്നെ അതുപോലെ ഇതിനുള്ളിൽ ഫുള്ളും, പിന്നെ ഇന്ന് വന്നൊരു ലാസ്റ്റ് പാക്കേജിങ് കൂടെ ഉണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് സ്മിറ്റനിൽ നിന്ന് കിട്ടിയ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. കാര്യം എനിക്ക് അങ്ങനെ കിട്ടിയ പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എന്തായാലും ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഈ പ്രോഡക്റ്റ്സ് കാണിക്കുന്നത് തന്നെ ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞാൻ തന്നെ 3 ബാച്ചായിട്ടാണ് ഈ ഒരു ഫ്രീ പ്രോഡക്റ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, കുറച്ചും കൂടി നല്ല. പക്ഷേ അധികം ലേറ്റ് ആവില്ല, ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സ്മിറ്റൻ എന്ന ട്രയൽ പ്രോഡക്ട്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 199 rupees കൊടുത്തിട്ട് വീണ്ടും കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു സെക്കൻഡ് പർച്ചേസ് ചെയ്തത്. ഓർഡർ ചെയ്യുന്ന ഫുൾ വീഡിയോ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ ആർക്കും ഡൗട്ട് ഇല്ലാതെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് സ്കിൻ പ്രോഡക്ട്സിനും അല്ലെങ്കിൽ തന്നെ ഹെയർ പ്രോഡക്ട്സിനും അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലേ അല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് അങ്ങനെ ഒന്നും പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിരുന്നു. സത്യം പറയാലോ, ട്രയൽ പ്രോഡക്ട്സ് ആണ്. പക്ഷേ എങ്കിൽ ഇത്രയൊക്കെയാണ് ഒരു ട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ആകെ 2 തവണയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതെനിക്ക് ഒട്ടും യൂസ്ഫുൾ അല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ട്രയൽ ചെയ്യാം, ഫുൾ സൈസ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് കാശ് കളയണ്ട. അപ്പം കൊള്ളെങ്കിൽ മാത്രം നമ്മൾ ഫുൾ സൈസ്ഡ് വാങ്ങിച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രയൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്മിറ്റനിൽ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ അല്ല. വളരെ കുറച്ചത് നമ്മുടെ മാമാ എർത്ത്, പ്ലം, അതിൻ്റെയും എല്ലാ പ്രോഡക്ട്സൊന്നും ഇല്ല. അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ കാണുന്ന പ്രോഡക്ട്സിൽ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സിനോടൊന്നും വലിയ താല്പര്യമില്ല. മാത്രമല്ല ഇച്ചിരി ഉള്ള ട്യൂബുകളായതുകൊണ്ട് തന്നെ വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കിട്ടുന്ന 6 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 6 ട്രയൽ പോയിൻറ്റ്സിൽ ഞാൻ വാങ്ങിച്ചത് 2 സ്ക്രഞ്ചീസ്, 2 നെയിൽ പോളിഷ്, ഒരു ക്യാൻഡിൽ, അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയിട്ടൊരു പൗച്ചും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി ചോദിക്കുന്നുണ്ട്. ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ഈ ഒരു ട്രയൽ പോയിൻറ്റ്സിന് വരുന്നത്. നമുക്ക് എപ്പം ഇഷ്ടമുള്ള പോലെ വാങ്ങിക്കാം. അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും അതിന് വരുന്നില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഒരു തവണ വാങ്ങിച്ച ട്രയൽ അതേ സാധനം നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഫുൾ സൈസ് പ്രോഡക്റ്റ് വാങ്ങിക്കാനേ പറ്റുള്ളൂ. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ചോദിക്കുന്ന ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ, CODക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി സ്മിറ്റനിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് കുറച്ചൊരു നഷ്ടക്കച്ചവടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഈ 199 നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത്. അതിന് വീണ്ടും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് അഡീഷണൽ വരുന്നത് 50 rupees ആണ് ബേസിക് ആയിട്ടൊരു ചാർജ് വരുന്നത്. അപ്പോൾ ഞാൻ COD കൊടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 50 rupees ആണ് വന്നത്. അതിനുശേഷം ഇങ്ങനെ കമൻസ് കണ്ട് എത്ര രൂപയാണ് ചോദിക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പ്രോഡക്ട്സ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് 100 rupees ആണ് COD ആയിട്ട് ഒരു തവണ കാണിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രോഡക്ട്സിൻ്റെ വെയിറ്റും ലൊക്കേഷനും ഒക്കെ അനുസരിച്ചിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലും നമ്മുടെ ചാർജസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു 199 നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് എനിക്ക് ലാഭമായിട്ട് തോന്നിയത്. തീരെ നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാനില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ല, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഓക്കെ, വേറെ വഴി ഇല്ലെങ്കിൽ മാത്രം COD കൊടുക്കുക. പക്ഷേ
ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് വാങ്ങിക്കുന്നത് എനിക്ക് കുറച്ച് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും 199 ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ COD കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു 50 റുപ്പീസ് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 249 റുപ്പീസാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോവും. പിന്നെ നമുക്ക് ഈ 0 ട്രയൽ പോയിൻ്റ് ഉള്ള സാധനങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഈ ഒരു ഇതിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അത് വലിയ സംഭവങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സ് ഒക്കെ ചിലപ്പോൾ അവൈലബിൾ ആകാറുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. ഒരുപാട് ഡെലിവറി ലേറ്റ് ആവുമെന്നൊക്കെ കുറേ പേർക്ക് കൺസേൺ ഉണ്ട്. ഒരുപാട് ലേറ്റ് ഒന്നും ആവാതെ തന്നെ നമുക്ക് എന്തായാലും പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് എത്തും. അപ്പോൾ അതാണ് CODയുടെ കാര്യം. ഇനിയിപ്പം ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോൾ ഓർഡർ ചെയ്ത ഒരു സ്മിറ്റൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് വെച്ചേക്കല്ല, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു വെറുതെ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ പറയാതെ നമുക്കൊന്ന് നോക്കി ഒന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് പ്രോഡക്റ്റിനെ പറ്റി കൂടുതലൊന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് കാണാം. ഇതിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്മിറ്റനിൽ ഒരു ട്രയൽ പോയിന്റിന് വാങ്ങിക്കാം, 2 ട്രയൽ പോയിന്റിന് വാങ്ങിക്കാം. ഓരോന്നിൻ്റെയും ട്രയൽ പോയിന്റ്സ് ഡിഫറൻ്റ് ആണ്. ഒരു ട്രയൽ പോയിന്റ്സിന് കിട്ടുന്നത് മിക്കവാറും ഈ കുഞ്ഞു ലൊട്ടിലൊടുക്ക സാധനങ്ങളാണ്. അപ്പോൾ ഈ മാക്സിമം ആൾക്കാരും 6 പ്രോഡക്റ്റ്സ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഈ കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കും. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 2 ട്രയൽ പോയിന്റ് വരുന്നൊരു സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇച്ചിരി കൂടി സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ട്രയൽ പോയിന്റ് വരുന്ന സാധനം വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞ് ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 99 റുപ്പീസാണ് ഇട്ടിരിക്കുന്നത്. ഇത് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു റൂം ഡെക്കറിൻ്റെ വീഡിയോ ചെയ്യുന്നു, അതിനെനിക്ക് ക്യാൻഡിൽസ് ആവശ്യമാണ്. ആ ഒരു ഫ്രേഗ്രൻസ് ഉള്ളൊരു ക്യാൻഡിലാണ്. ഞാൻ സ്മിറ്റനിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് എനിക്കൊന്ന് 4-5 ക്യാൻഡിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഒരു പാക്കേജിങ്ങിൽ വാങ്ങിച്ച ഒരെണ്ണമാണ് ഇത്. 2 ട്രയൽ പോയിൻ്റ് ആണ് ഇതിന് വരുന്നത്. ഇത് ഒരു ലാവൻഡർ, ആക്ച്വലി നല്ല മണമുണ്ട്. നീ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് റൂം ഡെക്കർ വീഡിയോയിൽ ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറയാം. സംഭവം അടിപൊളിയാണ്. ഇപ്പം നല്ല മണമുണ്ട്, അത്യാവശ്യം സൈസുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഇനി അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് നെയിൽ പോളിഷാണ്. സംഭവം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോന്നിരിക്കുന്ന ലൈറ്റ് ഷെയ്ഡ്സ്, ന്യൂഡ് ഷെയ്ഡ് പോലുള്ള ഷെയ്ഡൊക്കെയാണ്. പക്ഷേ ഇത് കുറച്ച് ഡാർക്കാണ്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ. അവർ പറയുന്ന ഷെയ്ഡിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അതിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ 2 ഷെയ്ഡായിരുന്നു. ഒന്ന് ഈ ഒരു ബ്ലൂവും പിന്നൊന്ന് ഈ ഒരു ഗ്രീൻ ഷെയ്ഡും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ പർച്ചേസ് ചെയ്ത 2 നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എത്ര സ്റ്റേ ചെയ്യും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സോ ഇത് കണ്ടിട്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ എനിക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും 1 ട്രയൽ പോയിൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിനൊരു ട്രയൽ പോയിൻറ്റ്, ഇതിനൊരു ട്രയൽ പോയിൻറ്റ്, ഇങ്ങനെ 2 ട്രയൽ പോയിൻ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം 4 ട്രയൽ പോയിൻ്റുള്ള സാധനങ്ങൾ കാണിച്ചു. ഇനിയിപ്പോൾ എനിക്ക് 2 ട്രയൽ പോയിൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളൂ. അതിൽ ഞാൻ അടുത്ത് പർച്ചേസ് ചെയ്തത് ഈ ഒരു സ്ക്രഞ്ചിയാണ്. സ്ക്രഞ്ചിയുടെ വൈറ്റ് കളറാണ്. ഈ ഒരു വൈറ്റാണ്. അപ്പോൾ ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ്. ഞാൻ പ്രതീക്ഷിച്ച അത്ര ക്വാളിറ്റി സംഭവമൊന്നും ഇതിനില്ല. ഇത്രയേ ഉള്ളൂ ഉണ്ടോ, കുഴപ്പമില്ല. ഇതൊരു ആവറേജ് ആണെന്ന് പറയാം. എനിക്ക് പിന്നെയും പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ഇതിന് വരുന്നത് 1 ട്രയൽ പോയിൻ്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ വീണ്ടും അനദർ സ്ക്രഞ്ചി. ഇതൊരു ടീൽ ബ്ലൂ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. പക്ഷേ ആ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു സിന്തറ്റിക് മെറ്റീരിയൽ പോലെ വന്നിട്ട് അതൊരു പ്ലെയിൻ ആയിട്ട് വരുന്നൊരു സ്ക്രഞ്ചിയാണ്. ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ട്, ഇതിൽ കാണാൻ കുറച്ചുകൂടി രസമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ടീൽ ബ്ലൂ കളറാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ സ്മിറ്റനിൽ നിന്ന് ഇത്തവണ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ എനിക്കൊരു ഫ്രീ പ്രോഡക്റ്റും കൂടെ കിട്ടി. ഈ ഒരു പൗച്ച് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. സ്മിറ്റൻ എന്നൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ളൊരു പൗച്ചാണ്. ചില സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് ഐറ്റം ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അങ്ങനെ വന്നൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ഐറ്റം എന്തായാലും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ളൊരു പൗച്ചാണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഐറ്റം തന്നെയാണ്, ഒരു ഫ്രീ ഗിഫ്റ്റ് ഐറ്റമാണിത്. 2 സൈഡിലും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിനുള്ളിൽ അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഒക്കെ നിൽക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഡക്റ്റ്സ് എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൗച്ചാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു തവണ 199 റുപ്പീസിന് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ CODയുടെ കാര്യം പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ കൊടുത്ത ആ ഒരു 199 റുപ്പീസിന് എനിക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക? മോസ്റ്റ് റിക്വസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഷോപ്പ് സെക്ഷനിൽ പോയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് റാൻഡം ആയിട്ട് ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ട്രയൽ പോയിന്റ്സ് വെച്ച് വാങ്ങിച്ച ആ ഒരു എമൗണ്ട് എൻ്റെ ഈ ഒരു വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. ആ എമൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ കാർട്ട് വാല്യൂ, നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എത്രയാണ് അതിൻ്റെ 10% നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് 199 റുപ്പീസ് എന്ന് ആഡ് ആവുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ 199 റുപ്പീസ് എന്ന് 70 റുപ്പീസാണ് എൻ്റെ വാലറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ സൈസ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്കതിന് ഡിസ്കൗണ്ട് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് നമുക്ക് മൊത്തത്തിൽ ഓടിപ്പോയി ഒരു ഷോപ്പ് സെക്ഷനിൽ പോയിട്ടൊരു പ്രോഡക്റ്റ്സ് അങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അത് ട്രയൽ അല്ല, നമുക്ക് അല്ലാതെ ഫുൾ സൈസ്ഡ് പ്രോഡക്റ്റ്സും വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കാർട്ടിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നും കുറച്ച് എമൗണ്ട്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില എത്രയാണോ അതിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട് നമുക്കൊരു പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ 199 റുപ്പീസിൽ നിന്ന് നമുക്കിങ്ങനെ ഇച്ചിരി വീതം നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് മറ്റേ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനാണ് പറ്റുള്ളൂ. ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്യണം, അതിനൊരു ചെറിയൊരു ഡിസ്കൗണ്ട് തരും. അങ്ങനെ നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം. പക്ഷേ അത് എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ബിക്കോസ് നമുക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും സ്മിറ്റണിൽ അവൈലബിൾ അല്ല. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ 2 തവണ ഇങ്ങനെ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. പക്ഷേ എനിക്ക് ഇതൊരു വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് അത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. കാര്യം നമുക്കിപ്പോൾ തോന്നുമല്ലോ നമുക്ക് ഇന്ന പ്രോഡക്റ്റ് വാങ്ങിക്കാനുണ്ട്, പക്ഷേ അങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സൊന്നും അതിൽ അവൈലബിൾ അല്ല. അവർ കാണിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിൽ നിന്നല്ലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിലൊന്നും എനിക്ക് ആവശ്യമുള്ളതില്ല. പിന്നെ ഞാനത് ഈ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ 1 മന്ത് മാത്രമാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. ഈ 1 മന്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതും എനിക്ക് തോന്നിയില്ല. എന്തായാലും നമ്മൾ ഈ ഒരു 1 മന്തിനുള്ളിൽ അത്രയും പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് നമുക്കത് ഫുള്ള് റെഡീം ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാഷ് ബാക്കിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊന്നും സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു വാലറ്റിൽ വരുന്ന ക്യാഷ് ബാക്ക് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് ചോദിച്ചതിനോട് എനിക്ക് ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ പണി കിട്ടുമോ, സ്മിറ്റൺ ഉടായ്പാണോ, ഫ്രോഡാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് സെയിം പ്രോഡക്റ്റ് തന്നെ അവർ തരുമോ, അത് അതിനിടയ്ക്ക് ഉടായ്പ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രീ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിലെനിക്കിങ്ങനെ മാറി വേറെ 2 പ്രോഡക്റ്റ് വന്നു. 2 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 മിനി പ്രോഡക്റ്റ്സ് ആണ് വന്നത്. ഞാൻ ഓർഡർ ചെയ്ത അത്യാവശ്യം വലിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ ഞാനും ആദ്യം പണി കിട്ടിയെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഒരു ഉടായ്പ മണക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സ്മിറ്റണിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് സോർട്ട് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ചിലപ്പം യെസ് അവർക്കും അബദ്ധങ്ങൾ പറ്റാം, ചിലപ്പോൾ പ്രോഡക്ട്സ് മാറി അയക്കാം, മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് അവർ അയക്കുന്നത്. പക്ഷെ ഒരു തവണ എനിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അബദ്ധമല്ല, അവർക്ക് പറ്റിയ അബദ്ധമാണ്. എനിക്കിങ്ങനെ പ്രോഡക്ട്സ് മാറി വന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പർ ഒന്നും ഇല്ല. നേരത്തെ അവൈലബിൾ ആയിരുന്നു, ഇപ്പോൾ ആ നമ്പർ അവൈലബിൾ അല്ല. ഇപ്പോൾ ആകെ നമുക്കൊരു കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മെയിൽ അയക്കാം എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു മെയിൽ ID ആണ് നമ്മൾ സ്മിറ്റൻ്റെ ഒരു കസ്റ്റമർ കെയർ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പ്രശ്നം വെച്ചിട്ട് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസ് വരും. ഇൻ കേസ് റെസ്പോൺസ് കിട്ടില്ലെങ്കിൽ വീണ്ടും മെയിൽ ചെയ്യുക, ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ളൊരു റെസ്പോൺസ് കിട്ടും. ചിലപ്പം കുറച്ച് ലേറ്റ് ആവും. എനിക്ക് തന്നെ ഒരു 1 വീക്കോളം ഫോളോ അപ്പ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു റീഫണ്ടും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രീ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് റീഫണ്ടാണ് കിട്ടാനുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാകും. അപ്പോൾ ഈ കാണുന്ന ഒരു മെയിൽ ID കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വേഗം തന്നെ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഫോട്ടോ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ബോക്സ് ഇല്ലേ, ബോക്സിൻ്റെ പുറത്ത് നമുക്കൊരു ബില്ല് പോലത്തെ ഒരു സാധനം വരുമല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം, അതിൻ്റെയും കൂടെ ഫോട്ടോ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. പിന്നെ ബോക്സ് ഒക്കെ കളഞ്ഞു പോയിട്ട് പിന്നെ ഇതാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രശ്നം സോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും അവരതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തി തരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്മിറ്റൻ്റെ അത്യാവശ്യം എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് വെച്ചിട്ടാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് 1 രൂപ പോലും ഈ ഒരു ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.
പിന്നെ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. അതായത് എനിക്കിപ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ സ്മിറ്റനിൽ നിന്ന് വാങ്ങിച്ചു, ഫ്രീ ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രൊമോഷന് വേണ്ടി തന്നെയാണെന്ന്. ഒരിക്കലും അല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ഇനി എനിക്ക് പ്രോഡക്റ്റ്സ് വരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതൊരു ഗീവ് അവേനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. കാര്യം എൻ്റെ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യരും, ഓരോ വ്യൂവും, ഓരോ കമൻറ്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവണം. എനിക്കുണ്ടാവുന്ന പോലെ തന്നെ ബെനിഫിറ്റ് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവണം. അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കിപ്പം കുറേ പ്രോഡക്റ്റ്സ് കിട്ടുന്നു എന്നെല്ലാം ഞാൻ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടൊരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്മിറ്റൻ്റെ 3 വീഡിയോസാണ് ഞാൻ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് എൻ്റെ നേരത്തെ ഒരു വീഡിയോ, അത് അത്യാവശ്യം റീച്ച് കയറി. അതിൽ വന്നൊരു സംശയങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ, അതുപോലെ തന്നെ ഇനി ഒരു നമ്മുടെ ഫ്രീ പ്രോഡക്റ്റ്സ് എങ്ങനെ കിട്ടുന്നു എന്നുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു 3 വീഡിയോയും ഒരു 10K അല്ലെങ്കിൽ ഒരു 15K എബവ് പോകുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗിവ് അവേ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ കയറുകയാണെങ്കിൽ ഇപ്പോൾ ഗിവ് അവേയുടെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.